ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയ മൊട്ടി ചോർ ചക്ന ചോർ എന്ന ഒരു ബോളിവുഡ് സിനിമയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മളുടെ ഹീറോയിനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ചെക്കന്റെ വീട്ടുകാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിയിൽ തന്നെ അവരിങ്ങനെ ഹീറോയിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഈ ഒരു ചെക്കന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവൻ ഫോറിനിൽ ഒരു നല്ല കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഹീറോയിന്റെ പേര് ആനി എന്നാണ്. അനിത എന്നാണ് ശരിക്കുള്ള പേര്, ആനി എന്നാണ് വിളിക്കുന്നത്. അവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഫോറിനിൽ പോകണം. അതായത് ഫോറിനിൽ ഇപ്പൊ ജോലിയുള്ള ഏതെങ്കിലും ഒരു ചെക്കനെ കല്യാണം കഴിച്ചിട്ടാണെങ്കിലും ഫോറിനിൽ പോയി സെറ്റിൽ ആവണം എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. ഫോറിനിൽ ഇപ്പോൾ ഇന്ന കൺട്രിയിൽ നിന്നൊന്നും അവൾക്കൊരു ഡിമാൻഡൊന്നും ഇല്ല. അമേരിക്ക ആണെങ്കിലും സിംഗപ്പൂർ ആണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫോറിനിൽ പോയാൽ മതി എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ലൈഫിന് വേണ്ടിയിട്ട് അവൾ ഇപ്പോൾ 11 കല്യാണങ്ങളാണ് റിജക്ട് ചെയ്തത്. അപ്പോൾ അവളുടെ ആന്റി പറയുന്നു, ഇതുപോലെ തന്നെ ഞാൻ വരുന്ന കല്യാണങ്ങളൊക്കെ റിജക്ട് ചെയ്യുകയായിരുന്നു, എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അവസാനം എനിക്ക് കല്യാണമായിട്ടില്ല. നീ ഇപ്പൊ നിന്റെ ഡ്രീമിന് വേണ്ടിയിട്ട് 11 പേരെ റിജക്ട് ചെയ്തില്ലേ, ഈ വരുന്ന ചെക്കനെ എന്തായാലും നീ അക്സെപ്റ്റ് ചെയ്തോ. അപ്പോൾ അവള് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട്, ഇത് നോക്ക് എന്നെ കാണാൻ നല്ല ഹോട്ടായിട്ടില്ലേ, നല്ല രസമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, ഇത്രയും ലുക്കുകൾ എനിക്ക് എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ചെക്കനെ കിട്ടും, ഞാൻ ഫോറിനിൽ തന്നെ പോയി സെറ്റിൽ ആവുമെന്നൊക്കെ അവൾ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ പയ്യന്റെ വീട്ടുകാർ വന്ന സമയത്ത് അവള് ചായയൊക്കെ എടുത്തുകൊണ്ട് പോയി സെർവ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴാണ് ചെക്കന്റെ വീട്ടുകാർ ഒരു ട്വിസ്റ്റ് പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മകൻ ഇപ്പോൾ ഫോറിനിൽ പോയി നല്ല ജോലി നോക്കുകയാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയെ എന്തായാലും ഫോറിനിലോട്ടൊന്നും കൊണ്ടുപോയില്ല. വർഷത്തിൽ ഒരു തവണയോ 2 തവണയൊക്കെ നാട്ടിലേക്ക് വന്നിട്ട് അപ്പൊ മാത്രമേ ഇവർക്ക് കാണാനൊക്കെ പറ്റുള്ളൂ. അത് കേട്ടപ്പോഴേക്കും ഹീറോയിന് ഭയങ്കര ഷോക്കിംഗ് ആവുന്നു. അവൾ ചോദിക്കുന്നു, വർഷത്തിൽ ഒരു തവണ വന്നിട്ട് കണ്ടിട്ട് പോകാനോ? അതൊന്നും പറ്റുന്ന കാര്യമല്ല. എന്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിനിൽ പോയി സെറ്റിൽ ആവണം. നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഇത് വേണ്ടെന്ന് പറഞ്ഞേനെ. അപ്പൊ ശരി, എന്തായാലും നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടാൻ വേണ്ടി അവൾ ശ്രമിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവര് പോകുന്ന സമയത്ത് ഹീറോയിൻ ആ പയ്യന്റെ അടുത്ത് പറയുന്നു, നിനക്ക് ഫോറിനിലോട്ട് എന്നെയും കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ, അങ്ങനെ നിനക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ നീ എന്റെ അടുത്ത് വന്നാൽ മതി. അതിനുശേഷം വീട്ടുകാരാണെങ്കിലോ ഇപ്പോൾ ഇവള് 12 പേരെയാണ് ഇങ്ങനെ റിജക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടുന്നു. ഹീറോയിന്റെ വീടിന്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മളുടെ ഹീറോയുടെ ഫാമിലി താമസിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഹീറോ ഇപ്പോൾ ദുബായിൽ നിന്ന് ലീവിന് വരികയാണ്. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാറിന്റെ കീ ഹീറോയിന്റെ വീട്ടിൽ നിന്ന് മേടിച്ചിട്ട് അവരിപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മളുടെ ഹീറോ ആണെങ്കിൽ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. 36 വയസ്സൊക്കെ കഴിഞ്ഞു. ഓരോ തവണ ലീവിന് വരുന്ന സമയത്തും ഇവന്റെ കല്യാണം നടത്താമെന്ന് ഹീറോയുടെ അമ്മ വിചാരിക്കും. പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ എത്ര ദിവസം അവന് ലീവ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 3 ആഴ്ച ലീവ് ഉണ്ടെന്ന് അവൻ പറയുന്നു. ആ സമയത്ത് അവന്റെ അമ്മ പറയുന്നു, 2 ആഴ്ചക്കുള്ളിൽ നിന്നെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് നേരെ അങ്ങോട്ട് പറഞ്ഞു വിടും, എന്നിട്ട് മര്യാദയ്ക്ക് അവിടെ പോയിട്ട് പണിയെടുത്ത് പൈസ അയക്കാൻ നോക്ക്. പക്ഷെ നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ നാട്ടിൽ നിന്ന് തന്റെ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ അവന്റെ ആ ഒരു മനസ്സ് ആരും മനസ്സിലാക്കുന്നില്ല. ഹീറോ ആണെങ്കിൽ ദുബായിൽ നിന്ന് വന്നതുകൊണ്ട് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവർക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. അവരെല്ലാവരും അതൊക്കെ എടുത്ത് നോക്കിയിട്ട് എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇത്തവണയെങ്കിലും കല്യാണം നടക്കുമോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. അതുപോലെ തന്നെ തന്റെ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ആഗ്രഹവും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഹീറോയിന്റെ ഫാമിലി ഇവരുടെ വീടിന്റെ അടുത്താണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഫാമിലിയിലുള്ളവരൊക്കെ ഇവരുടെ വീട്ടിലൊക്കെ വരുന്നു. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഹീറോയിന്റെ ഫാമിലി ഹീറോയുടെ അടുത്ത് ചോദിക്കുന്നു, എന്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഹീറോ പെട്ടെന്ന് മറുപടി പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ഹീറോയുടെ അച്ഛൻ പെട്ടെന്ന് അതും ഇതൊക്കെ പറഞ്ഞിട്ട് വിഷയം മാറ്റുന്നു. എന്നിട്ട് ഹീറോയുടെ അച്ഛൻ ഇപ്പോൾ ഇവനെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. നമ്മളുടെ ഹീറോ കുറെ നേരം അവിടെ ഇരുന്ന് ഇതൊക്കെ കേട്ടിട്ട് ലാസ്റ്റ് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ജസ്റ്റ് അവൻ ഹീറോയിന്റെ വീടിന്റെ ആ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നു. കാരണം അവന് ഹീറോയിനെ പറ്റി അറിയാമായിരുന്നു. അവന്റെ അനിയത്തിയുമായിട്ട് ഹീറോയിൻ ഭയങ്കര ക്ലോസ് ആണ്. അങ്ങനെ ഇപ്പോൾ അവൻ ആ വീടിന്റെ ജനലിന്റെ അടുത്ത് വന്നപ്പോഴേക്കും ഹീറോയിൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്, ആരുമില്ലാത്ത വീട്ടിൽ ഒരു പെണ്ണ് മാത്രം ഉള്ള സമയത്ത് ജനലിന്റെ അതിലെ എത്തി നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും ഹീറോ പറയുന്നു, അയ്യോ ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല, ഞാനിവിടെ അടുത്ത വീട്ടിലുള്ളതാണെന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് ഇവരെ മനസ്സിലാവുന്നത്. ഓ, അപ്പൊ നിങ്ങളാണല്ലേ ഇപ്പൊ ദുബായിൽ നിന്ന് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ ഹീറോ നോക്കുന്ന സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട്, അവനാണെങ്കിൽ ഷോർട്ടുമാണ്. അപ്പോൾ ഈ പെണ്ണെന്താണ് ഇത്രയും ഹൈറ്റ് എന്നൊക്കെ അവൻ വിചാരിച്ചിട്ട് അവളുടെ അടുത്ത് നോർമലായി സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വീട്ടുകാർ ചേർത്ത് വെച്ചിട്ടുള്ള പൈസയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഹീറോയിനും നമ്മളുടെ ഹീറോയുടെ അനിയത്തിയും കൂടി നേരെ ടൗണിലോട്ട് വരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് നമ്മളുടെ ഹീറോയിൻ കൂടി അവരുടെ പുറകെ ചെല്ലുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മളുടെ ഹീറോ, ഹീറോയിൻ, അനിയത്തി ഇവര് 3 പേരും കൂടി ഒരു ജ്വല്ലറി ഷോപ്പിൽ കയറിയിട്ട് ഒരുപാട് ജ്വല്ലറീസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നു. അത് ശരിക്കും റിയൽ ഗോൾഡ് അല്ല, അതായത് ഒറിജിനൽ പോലെ തന്നെയുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാം. അങ്ങനെ ഇപ്പോൾ അതൊക്കെ കുറെ വാങ്ങിയിട്ട് ഒരു മാക്സിമം എമൗണ്ട് തന്നെ അതിനുവേണ്ടി ചെലവാക്കി. അതിനുശേഷം ഇപ്പോൾ പാനിപൂരി കഴിക്കണമെന്നൊക്കെ നമ്മളുടെ ഹീറോയുടെ അടുത്ത് പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവര് പോയി പാനിപൂരിയൊക്കെ കഴിച്ചതിന് ശേഷം അവർ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുന്നു. വീട്ടിൽ ചെന്നിട്ട് ഇവൾ ഈ ആഭരണങ്ങളൊക്കെ കാട്ടുന്ന സമയത്ത് വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഷോക്കിംഗ്. നിനക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ ചേർത്ത് വെച്ചത് അതൊക്കെ കൊണ്ടുപോയിട്ട് ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു. വീട്ടുകാരാണെങ്കിൽ ഓൾറെഡി ഭയങ്കര ഒരു ടെൻഷനിലാണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവളുടെ ഒരു കല്യാണം ആകുന്ന സമയത്ത് ഇവൾക്ക് എത്ര സ്ത്രീധനം കൊടുത്തിട്ടാണ് ഇനി പറഞ്ഞയക്കുക. ഇവളാണെങ്കിൽ ഉള്ള ചെക്കന്മാരെ മൊത്തം റിജക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ടെൻഷനിലൊക്കെയാണ് അവർ ഓൾറെഡി ഉള്ളത്. അതേ സമയത്ത് നമ്മളുടെ ഹീറോയുടെ അമ്മയാണെങ്കിൽ ഒരുപാട് സ്ത്രീധനം കിട്ടുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. അവർക്കാണെങ്കിൽ പൈസ ഒരുപാട് വേണമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയിൻ അവിടെ ടെറസിൽ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഹീറോയിന്റെ ആന്റി ചെന്നിട്ട്
ചെന്നിട്ട് നിന്റെ ഡ്രീം ഫുൾഫിൽ ആവാൻ വേണ്ടി എനിക്കൊരു ഐഡിയ ഉണ്ട്. അതായത് നമ്മളുടെ വീടിന്റെ തൊട്ടടുത്ത ആളിലെ, അതായത് നമ്മളുടെ ഹീറോയാണ് പറയുന്നത്, അപ്പോൾ അവനെ നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവൻ എന്തായാലും ദുബായിലല്ലേ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവന്റെ കൂടെ നിനക്ക് ദുബായിലോട്ട് പോവുകയും ചെയ്യാം, നിന്റെ ആഗ്രഹം നിനക്ക് സാധിക്കുകയും ചെയ്യാം. അയാളാണെങ്കിൽ എന്തായാലും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ നാട്ടിലോട്ട് വന്നിട്ടുള്ളതും. പക്ഷെ അവൾക്കാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഹീറോയെ കല്യാണം കഴിക്കുന്നതിനോട് വലിയൊരു താല്പര്യമൊന്നും ഇല്ല. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മളുടെ ഹീറോ പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഹീറോയുടെ ഫാമിലി എല്ലാവരും റെഡി ആയിട്ട് പോകുന്നത് ഹീറോയിൻ ഇങ്ങനെ മേലെ നിന്ന് നോക്കുകയാണ്. ആ സമയത്താണ് ഹീറോ നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല ചെത്തായിട്ട് ഇറങ്ങി വരുന്നത് അവൾ കാണുന്നത്. അപ്പോഴാണ് അവൾക്ക് അയ്യോ ഇനിയിപ്പോ ഇവനെയും കൈവിട്ട് പോകുമോ എന്നുള്ളൊരു ചിന്ത അവളുടെ ഉള്ളിൽ വരുന്നത്. അതുകൊണ്ട് അവളിപ്പോൾ ഹീറോയുടെ അമ്മയുടെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവരാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഹീറോയുടെ അമ്മ പറയുന്നു മുത്തശ്ശിക്ക് അപ്പൊ ടാബ്ലറ്റ് ഒക്കെ ആര് കൊടുക്കുമെന്ന്. ഉടനെ തന്നെ ഹീറോയിൻ ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ഇപ്പോൾ അതൊക്കെ ഡീൽ ചെയ്തതിന് ശേഷം നമ്മളുടെ ഹീറോയുടെ ഫാമിലി ഇപ്പോൾ നേരെ പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഈ സമയത്ത് ഭയങ്കര ടെൻഷനാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹീറോ ഇപ്പോൾ കാണാൻ പോകുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ അടുത്തെങ്ങാനും ഇനി ഇവൻ ഓക്കെ പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മളുടെ ഹീറോ പെണ്ണ് കാണാൻ പോയ ആ സ്ഥലത്ത് പെണ്ണിന്റെ കഴുത്തിലാണെങ്കിൽ നിറച്ചും ആഭരണങ്ങളൊക്കെ ഉണ്ട്. ആ ആഭരണങ്ങളിലേക്കാണ് ഹീറോയുടെ അമ്മയുടെ കണ്ണ് ആദ്യം തന്നെ പോകുന്നത്. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ ആ ഒരു പെണ്ണിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഹീറോയെക്കാളും കുറച്ചധികം തടിയൊക്കെ ഉണ്ട് ആ ഒരു പെണ്ണിന്. അതിനുശേഷം പെണ്ണിനും ചെക്കനും തമ്മിൽ സംസാരിക്കാനുള്ള ഒരു അവസരം അവർ കൊടുക്കുന്നു. അപ്പോൾ ഹീറോ ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവളുടെ അടുത്ത് പറയുന്നു. അപ്പോൾ അവളും അതേപോലെ തന്നെ തിരിച്ച് നമ്മളുടെ ഹീറോയുടെ അടുത്തും പറയുന്നു. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ പറയുന്നു ലേഡീസ് ഫസ്റ്റ് എന്ന്. അത് കേട്ട ഉടനെ തന്നെ ആ പെണ്ണ് പാത്രത്തിലുള്ള മിച്ചറും ബിസ്ക്കറ്റും ഒക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഹീറോ ആണെങ്കിലോ അപ്പൊ ഇതിനായിരുന്നു ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അവൻ പറയുന്നു ഞാൻ ഇതിന്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മൾ സംസാരിക്കുന്ന കാര്യമാണ് പറഞ്ഞതെന്ന്. അങ്ങനെ ഇപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാകുന്നു. നമ്മളുടെ ഹീറോയ്ക്കും ആ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് അവൻ ഓക്കെ പറയുന്നു. നമ്മളുടെ ഹീറോ എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ 36 വയസ്സ് കഴിഞ്ഞു, ഇനിയിപ്പോ ഇതിലും കൂടി കഴിഞ്ഞാൽ പെണ്ണ് കിട്ടുന്ന കാര്യമൊക്കെ ഡൗട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പെണ്ണിന് തടിയുണ്ടോ ഹൈറ്റ് ഉണ്ടോ എന്നൊന്നും നോക്കുന്നതിൽ കാര്യമില്ല, പെണ്ണായാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഹീറോ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഹീറോ ഇപ്പോൾ ഈ പെണ്ണിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും. ഹീറോയുടെ അമ്മയാണെങ്കിൽ ഇവര് നല്ല സ്ത്രീധനം തരും എന്നുള്ളൊരു പ്രതീക്ഷയിലുമാണ്. ഹീറോ പിന്നെ ഭാഗ്യം ഒരു പെണ്ണിനെ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഹീറോയും. അപ്പോൾ ഹീറോയുടെ അനിയൻ ആ പെണ്ണിന് ഇച്ചിരി തടിയുണ്ടെന്ന് അവന്റെ അടുത്ത് പറയുന്ന സമയത്ത് അവനെ പുറത്തേക്ക് വിളിച്ചിട്ട് ഹീറോ പറയുന്നു ഇപ്പോൾ 36 വയസ്സായിട്ട് ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല, ഇപ്പോൾ ഈ ഒരു പെണ്ണിന് തടി ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അവളൊരു പെണ്ണാണല്ലോ അത് തന്നെ ധാരാളം, അതുകൊണ്ട് ഞാൻ എന്തായാലും കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ അതിന്റെ ഇടയിൽ കയറി നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ജീവിതകാലം മുഴുവൻ പെണ്ണും കെട്ടാതെ എന്നെ ഇട്ട് വെറുതെ പണിയെടുപ്പിക്കാൻ മാത്രമാണ് നിന്റെയൊക്കെ ഉദ്ദേശമെങ്കിൽ അതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ വഴക്ക് പറയുന്നു. അടുത്ത ദിവസം ഹീറോയിൻ അമ്പലത്തിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഹീറോ അങ്ങോട്ട് വരുന്നു. അപ്പോൾ അവൾ നമ്മളുടെ ഹീറോയുടെ അടുത്ത് നിങ്ങൾ ശരിക്കും ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് തന്നെയാണോ കല്യാണത്തിന് സമ്മതിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല, പിന്നെ എനിക്ക് ഇപ്പൊ തന്നെ 36 വയസ്സായി, അപ്പൊ ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിതകാലത്ത് പെണ്ണ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ചത്. അപ്പോൾ ഹീറോയിൻ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് തിടുക്കം പിടിച്ച് കല്യാണം കഴിക്കൊന്നും വേണ്ട, നല്ല പെണ്ണ് നിങ്ങൾക്ക് വേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഹീറോയുടെ മനസ്സ് നൈസായിട്ട് മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ഹീറോ താൻ എടുത്തിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവൾ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഹീറോയുടെ അടുത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെപ്പറ്റി പറയുകയാണ്. എന്നിട്ട് ഒരു ദിവസം അവൾ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും ഇതിനെപ്പറ്റി നല്ലപോലെ ഒന്ന് ആലോചിച്ചിട്ട് എന്നെ കോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഹീറോ അപ്പോൾ ഇവളെന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നു. ഹീറോയിൻ ആണെങ്കിൽ വീട്ടിൽ പോയിട്ട് ഹീറോയെ കോൾ ചെയ്യുകയാണ്. അവനാണെങ്കിൽ കോളുകളെല്ലാം റിജക്ട് ചെയ്ത് വിടുകയാണ്. പക്ഷെ അവള് വീണ്ടും വീണ്ടും അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇവരുടെ വീടിന് മുന്നിലായിട്ട് ഈ പച്ചക്കറിയൊക്കെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ, അങ്ങനെ ആളുകൾ കൊണ്ടുവരുന്ന സമയത്ത് ഹീറോ അത് മേടിക്കാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഹീറോയിനും അങ്ങോട്ട് ചെന്നിട്ട് അവന്റെ അടുത്ത് സംസാരിക്കുന്നു. എന്നിട്ട് അവന്റെ അടുത്ത് എത്ര തവണ ഞാൻ വിളിച്ചു, എന്നിട്ട് എന്താണ് ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നു ഞാനാണെങ്കിലും ഒരുപാട് ബിസി ആയിരുന്നു, കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു എന്ന്. അപ്പോൾ അവൾ പറയുന്നു നിങ്ങളോട് ഞാൻ കല്യാണത്തിന്റെ കാര്യമൊക്കെ ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒപ്പീനിയൻ എന്താണെന്നുള്ളത് എന്റെ അടുത്ത് പറയണമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ, എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും വീട്ടിലോട്ട് പോകുന്നു. ഹീറോയിൻ ആണെങ്കിൽ വല്ലാത്ത സാഡ്, ഇവൻ എന്താണ് ആ പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നുള്ള ലെവലിലാണല്ലോ നിൽക്കുന്നത്, ഇവൻ കൈവിട്ട് പോകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇതേ സമയത്ത് നമ്മളുടെ ഹീറോയുടെ വീട്ടിലെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ നടക്കാത്ത നമ്മളുടെ ഹീറോയുടെ കല്യാണം നടക്കാൻ പോവുകയാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആ പെണ്ണിന്റെ വീട്ടുകാരുടെ കോൾ വരുന്നത്. ആ കോൾ വരുന്ന സമയത്ത് ഹീറോയുടെ അമ്മ എന്നാ പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് സംസാരിക്കുന്നു. എന്നാൽ ഈ സ്ത്രീധനത്തെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് അവര് പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ സ്ത്രീധനം ഒന്നും തരാൻ കഴിയില്ലെന്ന്. അങ്ങനെ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് പറഞ്ഞിട്ട് അവിടെ വെച്ച് വഴക്കായി ആ ഒരു കല്യാണം അവിടെ വെച്ച് ക്യാൻസൽ ആവുന്നു. ഹീറോ ആണെങ്കിൽ ഇപ്പോൾ അവസാനമായിട്ട് ഒത്തുവന്ന ഈ ഒരു കല്യാണവും മുടങ്ങിയല്ലോ എന്ന് വിചാരിച്ച് വല്ലാതെ വിഷമിക്കുന്നു. അടുത്ത ദിവസം നമ്മളുടെ ഹീറോയും ഹീറോയിനും കൂടി ഒരേ വണ്ടിയിൽ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ ഈ ഒരു വിഷയം അവളുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവൾ അവനെ ആശ്വസിപ്പിച്ചിട്ട് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ പിടിക്കുന്നു. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് അവൾക്ക് ഇപ്പോൾ അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറയുകയാണ്. പക്ഷെ അതിനുശേഷം അവൾക്കൊരു ഡബിൾ മൈൻഡ് വരുന്നുണ്ട്. അതായത് ഇവനെ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഒരു ഡബിൾ മൈൻഡ് വരുന്നുണ്ട്. അവൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കാര്യം സ്ട്രൈക്ക് ആയി. അപ്പോൾ ഹീറോ
ഹീറോ ഇങ്ങനെ ചിന്തിക്കുന്നു, അവളങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് അങ്ങനെ പറയണമെങ്കിൽ അവൾക്ക് തീർച്ചയായിട്ടും എന്നെ ഇഷ്ടമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്റെ കല്യാണം മുടങ്ങണമെന്നൊക്കെ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. സോ എന്തായാലും ഇനി ഇവളെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഹീറോ ഇവള് പോകുന്നിടത്തും വരുന്നിടത്തും എല്ലായിടത്തും പോവുകയും അതുപോലെ തന്നെ ഇവളുടെ അടുത്ത് ചെന്ന് ഈ ഒരു കാര്യത്തെ പറ്റി ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവളുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഇവള് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊന്ന് കൈവച്ച് സംസാരിച്ചത് ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അവള് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊന്നും ഹീറോ കാര്യമാക്കാതെ അവളുടെ അടുത്ത് സംസാരിച്ച് ഒരു വിധത്തിൽ ഇവര് കല്യാണം കഴിക്കാമെന്നുള്ള ലെവലിലേക്ക് സംസാരിച്ചെത്തുന്നു. അപ്പോൾ രണ്ടുപേരുടെയും വീട്ടുകാർ എന്തായാലും ഈ ലവ് മാരേജിന് സമ്മതിക്കില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവര് തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയിട്ട് രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വരുന്നു. അങ്ങനെ വീടിന്റെ മുന്നിൽ വണ്ടി നിർത്തിയിട്ട് ഹീറോയിൻ ഇറങ്ങിയെങ്കിലും നമ്മളുടെ ഹീറോയ്ക്ക് ഇറങ്ങാൻ വല്ലാത്തൊരു മടിയും പേടിയൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ അവസാനം ഹീറോയും ഇറങ്ങി വന്നിട്ട് ഹീറോയിന്റെ അടുത്ത് നിൽക്കുന്നു. ശരിക്കും ഇവർ തമ്മിൽ ഹൈറ്റിന്റെ കാര്യത്തിൽ അത്ര മാച്ച് അല്ല, കാരണം നമ്മളുടെ ഹീറോയിന് നല്ല ഹൈറ്റും ഹീറോയ്ക്കാണെങ്കിൽ ഹൈറ്റ് കുറവുമാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ യാതൊരു മാച്ചും ഇല്ലെങ്കിലും നമ്മളുടെ ഹീറോയിന് ഫോറിനിൽ പോകണമെന്നും നമ്മളുടെ ഹീറോയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിക്കണമെന്നുള്ളതുമായിരുന്നല്ലോ ആഗ്രഹം. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരുടെയും ആഗ്രഹം സഫലമാകാൻ പോവുകയാണല്ലോ. രണ്ടുപേരും ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ വീടിന് മുന്നിൽ നിൽക്കുകയാണ്. ആ സമയത്ത് രണ്ട് വീട്ടിലെയും പാരന്റ്സ് ഒക്കെ ഇറങ്ങി പുറത്തേക്ക് വരുന്നു. അവർക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്ത ഷോക്കിംഗ്. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരെയും അവരവരുടെ വീട്ടിലോട്ട് പാരന്റ്സ് കൂട്ടിക്കൊണ്ടു പോകുന്നു. നമ്മളുടെ ഹീറോയിന്റെ വീട്ടിലാണെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നു. അവളാണെങ്കിൽ അതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മളുടെ ഹീറോയുടെ വീട്ടിലാണെങ്കിൽ അവന്റെ അമ്മ പറയുന്നു, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും ഇങ്ങനെ പറ്റിപ്പോയല്ലോ, ഇനി അവര് നമുക്ക് എത്ര രൂപ സ്ത്രീധനം തരുമെന്ന കാര്യമൊക്കെയാണ് നോക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ അവര് ഹീറോയിന്റെ വീട്ടിൽ പോയി സംസാരിക്കുന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ കല്യാണം നടത്താമെന്ന് രണ്ടു കൂട്ടരും കൂടി പ്ലാൻ ചെയ്യുന്നു. കാരണം റിലേറ്റീവ്സ് ഒക്കെ അറിഞ്ഞിട്ട് ഇനിയിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള റൂമേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഹീറോയുടെ അമ്മയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീധനം ഒന്നും കിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ ഒരു കലിപ്പിലൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ എങ്കിലും ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റിൽ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് കല്യാണം നടക്കുന്നു. നമ്മളുടെ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും നാൾ നടക്കാതിരുന്ന, അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മളുടെ ഹീറോ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. അങ്ങനെ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിയുന്നു. അതിനുശേഷം ഇപ്പോൾ ഹീറോയിൻ നമ്മളുടെ ഹീറോയുടെ വീട്ടിലോട്ട് പോകാൻ സമയം അവള് കരയുകയൊക്കെ ചെയ്യുന്നു. ആ സമയത്ത് ഹീറോയിന്റെ അച്ഛൻ അവളെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് അവള് പറയുന്നു, ഞാൻ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, പിന്നെ ഇങ്ങനത്തെ സീനിലൊക്കെ കരയണല്ലോ എന്ന് വിചാരിച്ചിട്ട് കരയുന്നതാണെന്ന്. അതിനുശേഷം അവൾ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട്, ഞാൻ ദുബായിൽ പോകാൻ പോവുകയാണ്, ദുബായ് പോയിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവള് ഭയങ്കര പൊങ്ങച്ചതിൽ ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവൾ അവളുടെ ആന്റിയുടെ അടുത്ത് പറയുന്നു, ഞാൻ ദുബായിൽ പോകാമെന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ മാത്രമാണ് ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചത്, ഇനിയിപ്പോൾ ഇയാളുടെ കൂടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ എങ്ങനെയായിരിക്കുമെന്ന് ഓർത്തിട്ട് തന്നെ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഒരു ടെൻഷനിലൊക്കെ ഹീറോയിൻ റൂമിലിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഹീറോ അങ്ങോട്ട് കയറി വരുന്നത്. അവൻ വന്നിട്ട് അവൻ അവളെ നോക്കി ഒന്ന് ചിരിക്കുന്നു, അവളും അവനെ നോക്കി ചിരിക്കുന്നു. അപ്പോഴാണ് ആ ഒരു റൂമിലോട്ട് പെട്ടെന്ന് ഹീറ്റർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറോയുടെ അനിയൻ വരുന്നത്. അപ്പോൾ അവളാണെങ്കിൽ അനിയന്റെ അടുത്ത് ഹീറ്റർ ഇങ്ങനെ ഫിക്സ് ചെയ്യുക അങ്ങനെ ഫിക്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഹീറോ ആണെങ്കിലോ ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നൈസായിട്ട് അവനെ പുറത്തിറക്കി കഴിഞ്ഞപ്പോഴേക്കും കഥക് തട്ടിയിട്ട് മുത്തശ്ശി അകത്തോട്ട് വരുന്നു. മുത്തശ്ശി വന്നിട്ടാണെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ എങ്ങനെയാണ് രണ്ടുപേരും ബിഹേവ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ പറയുകയാണ്. ഹീറോ ആണെങ്കിലും മുത്തശ്ശി ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയാലോ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കുറെ നേരത്തിന് ശേഷം മുത്തശ്ശിയും പുറത്തു പോയപ്പോഴേക്കും ഹീറോയിൻ പെട്ടെന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഹീറോ ഉറങ്ങി കാണുമെന്ന് വിചാരിച്ചിട്ടാണ് അവള് വാഷ്റൂമിൽ നിന്ന് പുറത്തു വരുന്നത്. പക്ഷെ അപ്പോഴും നമ്മളുടെ ഹീറോ ഉറങ്ങാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഹീറോയിൻ വന്ന് കിടന്നതിന് ശേഷം ഹീറോ നൈസായിട്ട് പ്രൈവറ്റ് സ്പേസിലോട്ട് പോകാമെന്ന് വിചാരിക്കുമ്പോഴേക്കും കഥക് തട്ടി റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ട് ബാക്കിയുള്ള റിച്വൽസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഇതെല്ലാം കൊണ്ട് ആകപ്പാട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഫംഗ്ഷനിലൊക്കെ ഇൻവോൾവ് ആയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ ഇപ്പോൾ ഒരു സംഭവം പറയുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയെ ദുബായിലെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഹീറോ ഇപ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. നമ്മളുടെ ഹീറോയിനും എല്ലാവർക്കും ഇത് കേട്ടിട്ട് വല്ലാത്ത ഷോക്കിംഗ് ആണ്. പലരും നമ്മളുടെ ഹീറോയിനെ കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. അതായത് അവൾക്ക് വലിയ ദുബായിൽ പോകണമെന്ന് പറഞ്ഞ ഭയങ്കര ആഗ്രഹമായിരുന്നു, അവള് ഭയങ്കര ഡയലോഗ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അവളെ കളിയാക്കുന്നു. അവളാണെങ്കിൽ വല്ലാതെ സാഡ് ആവുന്നുണ്ട്. കാരണം ദുബായിൽ പോകണമെന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണല്ലോ അവളിപ്പോൾ ഈ കല്യാണത്തിന് വരെ സമ്മതിച്ചത്. അങ്ങനെ ഇപ്പോൾ അവളുടെ ഇത്രയും കാലത്തെ സ്വപ്നം വെറുതെ വേസ്റ്റ് ആയല്ലോ എന്നൊക്കെ അവൾ വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോ അവളുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അവളുടെ അച്ഛൻ ഒരു ചെക്ക് എഴുതി നമ്മളുടെ ഹീറോയുടെ കൈ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്റെ അടുത്ത് സ്ത്രീധനം തരാനൊന്നും ഇല്ല, തൽക്കാലം നീ ഇത് വെച്ചോളൂ എന്ന്. എന്നാൽ അപ്പോൾ ഹീറോ പറയുന്നു, അയ്യോ ഞാൻ സ്ത്രീധനം ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ അവളെ കല്യാണം കഴിച്ചത്, അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, എനിക്ക് സ്ത്രീധനത്തിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഹീറോയിൻ വിചാരിക്കുന്നുണ്ട് ഇയാൾ നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ. പക്ഷെ എങ്കിലും അവളുടെ ഇത്രയും കാലത്തെ സ്വപ്നങ്ങളൊക്കെ വെറുതെ പോയല്ലോ എന്ന് ഓർത്തിട്ട് അവൾക്ക് വല്ലാത്ത വിഷമമാണ്. അങ്ങനെ ഇപ്പോൾ ഹീറോയിൻ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതെല്ലാം സഹിച്ച് അവൾ ജീവിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു കത്ത് വീട്ടിലോട്ട് വരുന്നത്. ആ ഒരു കത്ത് എന്താണെന്ന് ഹീറോയുടെ അനിയൻ ഓപ്പൺ ചെയ്ത് വായിക്കാൻ നോക്കുമ്പോൾ ആ ഒരു കത്ത് ഇംഗ്ലീഷിലാണുള്ളത്. അപ്പോൾ നമ്മളുടെ ഹീറോയിൻ ആ ഒരു ലെറ്റർ മേടിച്ചിട്ട് വായിച്ചു നോക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മളുടെ ഹീറോയെ ദുബായ് കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്യിപ്പിച്ചിരുന്നല്ലോ, ഇപ്പോൾ അതേ കമ്പനി തന്നെ ഹീറോയെ വീണ്ടും ജോലിക്ക് എടുത്തു എന്നുള്ള രീതിയിലുള്ള ഒരു കത്തായിരുന്നു അത്. ഹീറോയുടെ അമ്മയാണെങ്കിൽ ഇത് കേട്ടിട്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ജോലിക്ക് പോയിക്കോളാൻ
പറയുന്നു. എന്നാൽ ഹീറോ ആണെങ്കിൽ ഞാനിനി ദുബായിലോട്ടൊന്നും പോകുന്നില്ല, ഞാനിവിടെ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യാൻ പോവുകയാണ്, എന്നിട്ട് നിങ്ങളോടൊപ്പം എനിക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഹീറോയുടെ അമ്മയാണെങ്കിൽ അതൊന്നും സമ്മതിക്കുന്നില്ല. നീ പെട്ടെന്ന് ദുബായിൽ പോകും, എന്നിട്ട് മര്യാദയ്ക്ക് പൈസ സമ്പാദിക്കാൻ നോക്കുക എന്നൊക്കെ പറയുന്നു. എന്നാൽ ഹീറോ ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഹീറോ അമ്മ പറഞ്ഞിട്ടും ആര് പറഞ്ഞിട്ടും ഹീറോ ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഹീറോയുടെ അമ്മ നമ്മളുടെ ഹീറോയിന്റെ അടുത്ത് പറയുന്നു, നിനക്ക് ദുബായിലോട്ട് പോകണമെന്നല്ലേ ആഗ്രഹം, നീ മര്യാദയ്ക്ക് നിന്റെ ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ദുബായിലോട്ട് പോയിക്കോളൂ. ഭാര്യമാര് ശരിക്കും നല്ല രീതിയിൽ ഭർത്താവിനെ കൺട്രോൾ ചെയ്യണം. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഹീറോ അവരിരിക്കുന്നതിന്റെ തൊട്ടു മുന്നിലുള്ള കട്ടിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് ദേഷ്യത്തോടു കൂടി നിങ്ങൾ അവളെ ടീച്ച് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് നിങ്ങൾ ഇത്ര സെൽഫിഷ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഹീറോയിന്റെ അടുത്ത് നീ നിന്റെ ആഗ്രഹത്തിന് വേണ്ടി എന്റെ ജീവിതം തൊലയ്ക്കാനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ അടുത്തും ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറഞ്ഞിട്ട് ഹീറോ കൈ വീശി അവൾക്കിട്ടൊന്ന് കൊടുക്കുകയാണ്. അതിന്റെ വിഷമത്തിൽ അവൾ അവളുടെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അവളുടെ വീട്ടുകാര് ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾക്കൊന്നും അടി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറയുന്നു. അപ്പോൾ ഹീറോയിൻ ആണെങ്കിലോ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ വേണ്ടേ, എന്നാ പിന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാമെന്ന് പറഞ്ഞിട്ട് ലഗേജ് ഒക്കെ എടുത്തിട്ട് അവിടെ ഗേറ്റിന്റെ അവിടെ പോയി നിൽക്കുന്നു. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് അവളുടെ അടുത്ത് പറയുന്നു, വീട്ടിലെ ഹസ്ബൻഡും വൈഫും തമ്മിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്, പക്ഷെ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ തന്നെ നിൽക്കണം, അല്ലാതെ പുറത്തേക്ക് പോകരുത്, നിങ്ങൾ വീടിനുള്ളിൽ കിടന്ന് വഴക്കുണ്ടാക്കിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഹീറോയിനെ വീണ്ടും അകത്തോട്ട് വിളിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവള് വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പോഴാണ് നമ്മളുടെ ഹീറോ അവിടെ വീട്ടിലില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അവനാണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് അവൻ നേരെ ദുബായിലോട്ട് പോകുന്നു. അതുപോലെ തന്നെ അവൻ അവൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവൻ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഡ്രീം എന്തായാലും നല്ല രീതിയിൽ നടന്നില്ല, അപ്പോൾ നിന്റെ ഡ്രീമെങ്കിലും നന്നായി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിനക്ക് സിംഗപ്പൂര് പോകാനുള്ള 2 ടിക്കറ്റ് വെച്ചിട്ടുണ്ട്, നീ ഒറ്റയ്ക്ക് പോകണ്ട, കൂടെ ആരെങ്കിലും കൂട്ടിയിട്ട് പോയിക്കോളൂ, ഞാനിപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ ദുബായിൽ ജോലിക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ ഒരു ലെറ്റർ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹീറോയിന് വല്ലാതെ വിഷമമായിട്ട് അവൾ കുറെ നേരം കരയുന്നു. നമ്മളുടെ ഹീറോയ്ക്ക് അവളുടെ മേലെ അത്രയും സ്നേഹമുണ്ടായിരുന്നു എന്ന കാര്യം അവൾക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. എന്നിട്ട് അവൾ ഇങ്ങനെ വിചാരിക്കുന്നു, എന്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് സ്ത്രീധനം പോലും മേടിച്ചിട്ടില്ല, എന്നെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരാളെയാണല്ലോ ഞാൻ മിസ് ചെയ്തത്, എനിക്ക് ഫോറിനിലൊന്നും പോകണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് കട്ടായി അടുത്ത ദിവസം രാവിലെ ഹീറോയുടെ അമ്മ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് പെട്ടെന്ന് നമ്മളുടെ ഹീറോ വരുന്നു. എന്നിട്ട് അവൻ പറയുന്നു, ഞാൻ എപ്പോ പോകുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെയൊക്കെ അടുത്ത് പറഞ്ഞിട്ടല്ലേ പോകാറുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇത്തവണ പോകാൻ തോന്നിയില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു തവണ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അത് കേട്ടപ്പോൾ അവന്റെ അമ്മ പറയുന്നു, നീ ഇനിയിപ്പോ ഫോറിനിലോട്ടൊന്നും പോകണ്ട, നീ ഇവിടെ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നോ, ഇവിടെ തന്നെ ജോലി നോക്കിക്കോ എന്നൊക്കെ പറയുന്നു. അത് കേട്ടപ്പോഴേക്കും ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് വീട്ടുകാരെ എല്ലാവരെയും കണ്ടിങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുകയാണ്. എന്നിട്ട് ഹീറോയിനെ കാണാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവൾ അവളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് ഹീറോ അങ്ങോട്ട് ചെല്ലുന്ന സമയമായപ്പോഴേക്കും അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഹീറോയിന്റെ ആന്റി ആണെങ്കിൽ അവളുടെ അടുത്ത്, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി അവനെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആന്റി അങ്ങോട്ട് പോകുന്നു. ഇതേ സമയത്ത് ഹീറോയിന്റെ അനിയൻ അവൻ പോയിട്ട് ഹീറോയിനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് ചെല്ലുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയി അവസാനം ഒരു മൊമെന്റിൽ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഒരു മൊമെന്റിൽ വെച്ചിട്ട് രണ്ടുപേർക്കും പരസ്പരം അവർക്ക് യഥാർത്ഥ പ്രണയം തോന്നുന്നു. ഇവരുടെ കല്യാണം ഒരു മിസ്മാച്ചിങ് ആയിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ മാച്ച് ആവുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.